ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും രാവിലത്തെ അല്ല, ഒരു 10 മണിക്കൊക്കെ ശേഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലെ അമ്മ പണിക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ടാണ് ഇന്ന് രാവിലെ ചായ വെച്ചത്. പിന്നെ രാവിലെ മേടിച്ച പാലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ധ്വനി ബേബിക്ക് കുറുക്കുണ്ടാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ, അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അതെടുത്ത് വേഗം കാച്ചി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി കാച്ചി വെക്കാൻ വേണ്ടിയിട്ട് ഇനി അവൾക്കൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബി ഇനിയിപ്പോൾ ഉറക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ സുഖമാണ്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അവൾക്ക് തലേ ദിവസം പോളിയൊക്കെ എടുത്തിട്ടേ ആൾ രാത്രി ഭയങ്കര ബഹളമായിരുന്നു. ഉറക്കമൊന്നും ഇല്ലാണ്ട് കാല് വേദനിച്ചിട്ടൊക്കെ കേട്ടോ. 1.5 വയസ്സിലെ കുത്തിവെപ്പ് എടുത്തിട്ടേ ആൾക്ക് നല്ല വേദന, നടക്കാനൊന്നും വയ്യ. ആൾ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാനും മടി, കരച്ചിലോട് കരച്ചിൽ പറഞ്ഞാൽ എത്രയും കരഞ്ഞ് ബഹളം വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ മെല്ലെ ഒന്ന് നടക്കാനൊന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പാലൊക്കെ കാച്ചി വെച്ചു ഞാൻ. പിന്നെ രാവിലെ അമ്മ ചീരപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉച്ചയ്ക്ക് കഞ്ഞി കൊണ്ട് ഉണ്ടല്ലോ അപ്പോൾ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഇനി വേറെ ഒന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. കുട്ടി തന്നെ വാശി പിടിക്കുക കേട്ടോ. അവൾ ഉറങ്ങാനും ഒക്കെ വാശി പിടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് നല്ല പനി ഉണ്ടായിരുന്നു. പനിയും കാലുവേദനയും എല്ലാം കൂടിയായിട്ട് കുട്ടിക്ക് തീരെ അങ്ങോട്ട് വയ്യ. വാശിയോട് വാശിട്ടോ. നേരം വെളുക്കോളം ഇന്നലെ കണ്ണിൻ്റെ പോലെ അടച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ ഇന്ന് വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഞാൻ ബുദ്ധിമുട്ട്. മോളോ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫായി പോയിട്ടോ. ഞാനത് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യൂട്യൂബ് തന്നെയാണ് ഓഫാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനല്ല ഓഫാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ധനി ബേബീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ ലൈവ് വരുമ്പോൾ പറയാറുണ്ട്, ചേച്ചിമാരും അതുപോലെ അനിയന്മാരൊക്കെ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളും അല്ലാത്തവരൊക്കെ പറയാറുണ്ട്, കാരണം കുട്ടികളെ അധികം കാണിക്കേണ്ട ചേച്ചി ലൈവ് വരുമ്പോഴാണെങ്കിലും വീഡിയോസിലാണെങ്കിലും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അറിയാതെ ഇന്നലെ കൂടുതലും അവളെ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പോളിയെടുക്കാൻ പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ട് എന്താണെന്നറിയില്ല, കമൻറ്റ് ബോക്സ് ഓഫായി പോയിട്ടോ. അപ്പോൾ ഞാനല്ല അത് ഓഫാക്കിയതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ളവരും പുതിയത് നമ്മുടെ ഫാമിലിക്ക് വരുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കുഞ്ഞു വീഡിയോസാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അടിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അധികം ഉണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാനൊക്കെ. അപ്പോൾ ഞാൻ പാല് കാച്ചി വെച്ചു. ഇനി അതൊന്ന് ചൂടാറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഭാഗം തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്തരീക്ഷം ചൂടായതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും ചൂടാറാനൊക്കെ കേട്ടോ. ചൂടാറിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയുക, നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് നാളെ എടുത്ത് അങ്ങനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ എടുത്ത് കഴുകി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ എന്നൊക്കെ പറയണത് ഇനി അടിച്ചു വാരണം. പൊടി നിലമൊന്നും ശരിയാക്കാത്തതുകൊണ്ടൊക്കെ നല്ല പൊടിയുടെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി അടിച്ചു വാരണം. ഇനി ബേബി ഒന്ന് ഉറങ്ങി എണീറ്റു. ഇപ്പോൾ കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നിവർത്തി മടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് ഉറങ്ങി എണീച്ചിട്ട്. അപ്പോൾ രാവിലെ എന്നാൽ 6 മണിക്ക് തന്നെ നല്ല പനി. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഒരു 2 റസ്ക്കും പിന്നെ ഒരു 1/2 ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ അവൾ പനി കാരണം ഗുളികയും കൊടുത്തു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അവളത് കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴേക്ക് 10 മണിയായിട്ടോ. അങ്ങനെ എണീച്ചതാണിപ്പോൾ. പിന്നെ ഒന്ന് മേലൊക്കെ കുളിപ്പിച്ചു, ഒന്ന് കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ അവളവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിന്ന് അടിച്ചു വാരി തുടച്ചെടുക്കാനെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഡെയിലി തുടയ്ക്കുകയെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ കുട്ടി കിടക്കണതൊക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്കും ഒന്ന് നല്ല ചൂടായതുകൊണ്ട് നമുക്കും ഒന്ന് വേഗം വന്നിട്ടൊന്ന് കിടക്കാമല്ലോ ഫാൻ്റെ ഒട്ടിൽ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ വെള്ളപ്പം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉള്ളപ്പം പിന്നെ നമുക്ക് വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ കനാലിലായാലും വെള്ളം വിട്ടിട്ടുണ്ട്. പിന്നെ തോട്ടിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തിനൊക്കെ ഒന്നും ക്ഷാമല്ല കേട്ടോ, ദൈവം സഹായിച്ചിട്ട്. പിന്നെ ഇന്നലെ വൈകിട്ട് എന്തായാലും ഒന്ന് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടോ. നല്ലവണ്ണമല്ല, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇനി ഇത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. ഇനി ചോറുണ്ടിട്ടൊന്നുമില്ല, ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് രാവിലെ കടി ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ഇനി ബേബി എണീച്ചിട്ട് ആകെ വഴക്കിട്ടിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ നമ്മ ചോറും വെച്ച് അങ്ങനെ ഉപ്പേരിയും വെച്ചിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ തലേദിവസം രാത്രി ഞങ്ങൾ ഉറങ്ങിയപ്പോഴത്തേനും ഒരുപാട് വൈകി, കാരണം കുട്ടി കരഞ്ഞ് ബഹളം വെച്ച് അവിടെ കാലനക്കാൻ പറ്റാണ്ട് എവിടെ നിൽക്കുന്നില്ല. കുട്ടിയെ ഓർത്തോർത്ത് കരയെ കാല് വേദന കാരണം. അതിൻ്റെ ഇടയിൽ അവൾ ഭക്ഷണം കഴിക്കാതെ കിടന്നു. പിന്നെ രാത്രി 1 മണിക്കൊക്കെ എണീച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ, കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ പിന്നെ ഇങ്ങനെ കളിച്ച് മെയിൻ്റെയൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് നേരം കളിച്ച് പിന്നെ ഒരു 3:30-4 മണിയായ സമയത്ത് പിന്നെ അവൾ ഉറങ്ങിയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീക്കാൻ കുറച്ച് വൈകി. പിന്നെ പാവ അമ്മ ഉറക്കൊഴിച്ചിട്ടാണെങ്കിൽ ശരി കേട്ടോ, പാവ അമ്മ രാവിലെ പണിക്ക് പോയി. അപ്പം ഇനി ആ ഒരു 2-3-4 പണിയും കൂടി ഉള്ളു കുട്ടി, ഇനി അത് കളയണ്ടേന്ന് വിചാരിച്ചിട്ട് അമ്മ പാവം പണിക്ക് പോയിട്ടോ. അതുകൊണ്ടൊന്ന് ചായക്ക് കടിപ്പരിപാടികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, വെറും പാലൊഴിച്ച ചായയും കുടിച്ചിട്ടാണ് പോയി. പിന്നെ അമ്മ കഞ്ഞി കുടിച്ചു കേട്ടോ രാവിലെ പോകുമ്പോൾ. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ ഇനി പണിയൊക്കെ ഒരുങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് തുണികളുണ്ട് അലക്കാൻ. ഇനി ഇവിടെ ഡ്രസ്സും ഞാൻ പോയതും ഒക്കെ ഞങ്ങൾ നല്ല പുറത്ത് പോയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അലക്കിയിടാൻ. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കിയിടണം. ഇനിയിപ്പോൾ ഇവള് അടുത്തത് എന്തായാലും ഉറങ്ങിയിട്ടുള്ളൂ ഇനി ബാക്കി പരിപാടികളൊക്കെ, കാരണം ഇനി ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ അടുത്താക്കിയിട്ട് എനിക്ക് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമല്ലോ. ഉറങ്ങിയാൽ കുഴപ്പമില്ല, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തന്നെ പോയി എടുത്തിട്ട് വരാമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ തുടയ്ക്കലൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള അടിക്കൽ, തുടയ്ക്കൽ, പാത്രം കഴുകി വെക്കൽ, വിളമ്പൽ എന്നുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് നമ്മുടെ ചാനലിൽ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ കൂടെ നിൽക്കാനൊന്നും ആരും വിസമ്മതിക്കരുത് കേട്ടോ. കാരണം നിങ്ങളാണ് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ എന്താ പറയുക, നമുക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ള ഇൻട്രസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ അപ്പോൾ തുടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ കഴുകിക്കൊണ്ടുവന്ന് ഉണക്കിക്കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഞാൻ കുറച്ച് മോര് വെച്ചിട്ട് ചീരപ്പീരും കൂട്ടി ചോറുണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.